എന്തോടെ തന്നെ മനഃപൂർവ്വം പേടിപ്പിക്കാൻ വേണ്ടി ഒച്ച ഉണ്ടാക്കേണ്ടി വരെയല്ലേ? അയ്യോ അല്ല സാറേ, പിന്നെ അയ്യപ്പ സ്വാമിയാണേ അല്ലേ പിന്നെ സാറേ, അവിടെ ആകെ പ്രശ്നമാണ്. എന്തോ പ്രശ്നം? അതെ, ആ ഫൈനലിൽ പഠിക്കുന്ന പൊറിഞ്ചു ഇല്ലയോ? പൊറിഞ്ചു? ആ പൊറിഞ്ചു. ഒഫീഷ്യൽ നെയിം പറയടേ. ഒഫീഷ്യൽ പ്രദീപ്. പ്രദീപ് അവന് ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ എമിലി മോൾക്ക് പ്രേമലേഖനം കൊടുത്തു. അത്രേ ഉള്ള ഇവന്മാര് കളിച്ച് കോളേജിന്റെ അന്തസ് കളയോ സാറേ? ആ എമിലി മോൾ ക്ലാസ്സിൽ ഇരുന്ന് കരയുക. എന്തിന്? പ്രേമലേഖനം കൊടുത്തേന്. ഈ എമിലി മോൾക്ക് പ്രേമലേഖനം കൊടുത്തില്ലയോ പൊറിഞ്ചു? പിന്നെ കോളേജിൽ ആകെ സംസാര വിഷയമായിരിക്കുക. വേണ്ടേ, ആ ചെറുക്കനെതിരെ ആക്ഷൻ എടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവന്മാര് കളിച്ച് കോളേജ് പൂട്ടു മിക്കവാറും. കൂട്ടുകാരൻ്റെ കേട്ടോ, എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്യാം. അല്ലേ മിനി സാർ? അത്രേ ഉള്ളൂ, കുട്ടി കരയാതിരിക്കേ. സാറേ, ഇവൻ വിചാരിച്ച പോലെയല്ല. ഇവൻ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ തെറ്റിച്ചെന്ന് കരുതി ഇവന് മലയാളത്തിലുള്ള പാണ്ഡിത്യാഭാരം. ചില വാക്കുകൾ എനിക്ക് തന്നെ മനസ്സിലാകണില്ല, പിന്നെ സാറിന് മനസ്സിലാവൂ. കണ്ടിന്യൂ എഴുതിയേക്കണ നോക്കിയേ. എമിലിയെ പറ്റി ചിന്തിച്ച് അവനിപ്പോൾ ഭൂമിയിലും അല്ല ആകാശത്തിലും അല്ല ജീവിക്കണമെന്ന്. മോളെ, നീ ഒന്ന് കരയാതിരിക്കേ. അവനെന്തെങ്കിലും പൊട്ടത്തരം എഴുതിയെന്ന് വെച്ച്. പക്ഷെ തീർത്തും അവനെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല ടീച്ചറെ. ഇത് നോക്കിയേ, ഇടയ്ക്ക് അവനിലെ കവി ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് സാറേ, കല്ലോ കനൽക്കട്ടയോ കാരിരുമ്പോ കരളേ നിൻ ഹൃദയത്തിൽ. അതായത് ഈ കുട്ടിയുടെ മനസ്സ് കട്ടിയുള്ളതാണ്, ഒരിക്കലും അലിയാത്തത്. പിന്നെ പറയുന്നു കനൽക്കട്ട, അതായത് ഒരിക്കലും തടുക്കാനോ അടുക്കാനോ കഴിയാത്തത്. പിന്നതെ കാരിരുമ്പ്, ആയുധത്തിന് തുല്യം അവരെ മുറിവേൽപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവസാനം ഇയാളുടെ കവി കുട്ടിയോട് പറയുന്നുണ്ട് കരളയെന്ന്. എന്തൊരു പ്രാസോ സാറേ, ഇത് ഏത് വൃത്തം ഇത്? ശ്ലിതകാകളി. സാറൊന്നും പറയണ്ട, ഇതെന്താ വേണ്ടത് എനിക്കറിയാം. സാർ, എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കോളേജിൽ നിന്ന് പുറത്താക്കണം. ആ ശരിയാ, ആക്കിയേ പറ്റൂ. ഡേയ്, ഞാൻ അപ്പോഴത്തെ മൂഡിൽ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു നീ ആ പെണ്ണിന് കൊണ്ട് ലവ് ലെറ്റർ കൊടുക്കുമെന്ന് ഞാൻ ഇപ്പം മനസ്സിൽ പോലും കരുതിയില്ല. എടാ, ഇത്രയും വയസ്സായി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല. എടാ, അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോടാ മണ്ട? അത് സോളിഡ് എവിഡൻസ് അല്ലടാ. പിന്നെ നിങ്ങൾ പറഞ്ഞേ. എന്തായാലും സംഗതി വഷളായി. ഇവനെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതാണ് എല്ലാവരും പറയണത്. എടാ, ഈ എന്താണോ ഒന്നും മിണ്ടാത്തത്? എന്നെ ഡിസ്മിസ് ചെയ്യല്ലേ? നീ വാ. എങ്ങട്ടാ? എടാ, ഞാനല്ലേ വിളിക്കുന്നു, നീ വാ. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ പഠിച്ചനെ? രവേട്ട, നിങ്ങൾ വരണ? നിങ്ങൾ പോയിട്ടോ മക്കളെ. ഓ ചെല്ലി. എൻ്റെ ദൈവമേ, എൻ്റെ പേരൊരിടത്തും വരല്ലേ. എനിക്ക് കോളേജ് വിട്ടു പോകാൻ വയ്യ. അതാ ബാഹം ബുക്കണോ കിട്ടിയിട്ട് പോയിക്കണ. സഞ്ചിയും വേണ്ട, വാങ്ങാത്തല്ലി വേണ്ട. ഡേയ്, ഹാ, നീയാ? വാ വാ. നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നീയൊക്കെ എന്തോടെ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് ഇവിടെ സകല പോക്കറ്റങ്ങളും കാണിക്കാമെന്നാ തന്നെ? നിൻ്റെയൊക്കെ സകല കൊള്ളതാമകളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് തന്നെ. പക്ഷേ ഇത് നടക്കൂലടേ. ക്ഷമിക്കരുത് സാർ, ക്ഷമിക്കരുത്. തെറ്റാണ് സാർ, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. എമിലിയെ പോലൊരു സ്റ്റുഡൻറ്റിനോട് ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സാർ. അതല്ലേ സാർ പറഞ്ഞത്? തെറ്റാണ്, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുക തന്നെ വേണം. ഈ കോളേജിൽ ഒരു മോശപ്പെട്ട വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ സാർ എനിക്ക് തരണം. അത് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ സാർ. ഏത് ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്? സാർ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കണം. ഐ മീൻ ഡിസ്മിസ്. സാർ, അല്ല, ഡിസ്മിസ് ചെയ്യണം. പക്ഷെ ആ കുട്ടിയായിട്ടൊന്ന് ആലോചിച്ച് ഞാൻ ഒരു തീരുമാനം എടുക്കാം. വേണ്ട സാർ, ഇനി ആരും സംസാരിക്കണ്ട. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടിയേ തീരൂ. അറിയാതെയാണെങ്കിലും ഒരു സഹപാഠിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അതിന് ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഇപ്പം എന്ത് കഷ്ടത അനുഭവിച്ചാ സാർ? സഹപാഠിയെ ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റാണ് സാർ. സമപ്രായക്കാരോട് ഇഷ്ടം തോന്നുന്നത് ഈ പ്രായത്തിൽ സഹജമല്ലേ സാർ? സാറും ഈ പ്രായം കഴിഞ്ഞല്ലേ ഈ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്? തന്നെ പണമില്ലാത്തവന് ഒരു പട്ടിക്കും വേണ്ടേ സാർ? വേണം. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ സാറിനെയൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാടാ. എന്തിനാ
എനിക്കതറിയില്ല സാർ. ഡിസ്മിസ് ചെയ്യും സാർ. അൺക്വാളിഫൈഡ് ആണ് സാർ ഞാൻ. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് സാർ ഞാൻ. സാറിന് സമാധാനമായല്ലോ? അറിയില്ലേ, തൃപ്തിയായല്ലോ സാർ? കൂടായി നിൽക്കണം. ഒരു അടി വരണം സാർ. ഡാ എനിക്ക് എൻ്റെ സ്നേഹം എന്താണെന്ന് എമിലിയെ അറിയിക്കണം സാർ. എനിക്ക് നശിക്കണം. എന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരാ, മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത രീതിയിൽ എന്നെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണം സാർ. ഭാവിയിൽ എനിക്ക് ഒരിടത്തും ജോലി കിട്ടാൻ പാടില്ല സാർ. ഞാൻ തെണ്ടണം, തെണ്ടിത്തിരിയണം. ഞാൻ നശിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എമിലി മനസ്സിലാക്കും സാർ. ഈ മനസ്സ് കാണാനുള്ളൊരു മനസ്സിലല്ലോ സാർ. എടാ നീ കൂടുതൽ ഓവറാക്കണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. സെൻറ്റ് മനസ്സ് കാണിച്ച് അവൻ ആ പെണ്ണിൻ്റെ മനസ്സിൽ കയറി പറ്റണം തന്നെ. ഡിസ്മിസ് എന്ന് പറഞ്ഞൊരു വരട്ട്. കാര്യം മനസ്സിലായി. നീ ചെല്ല്. ശരിയാക്കി തരാം.